മതനിന്ദ ആരോപിച്ച് പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ പിടിയിലായ ഒന്നാം പ്രതി സവാദിന്റെ ഒളിവ് ജീവിതം എങ്ങനെയായിരുന്നു? ആരാണ് ഇയാൾക്ക് സഹായങ്ങൾ നൽകിയത്? ആരെല്ലാമായി ഇക്കാലയളവിൽ ഫോണിൽ ബന്ധപ്പെട്ടു? ദുരൂഹതം നിറഞ്ഞ ഒളിവ് ജീവിതത്തിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് NIA സംഘം. ദുരൂഹതകൾ മാറ്റുന്നതിനായി സവാദിന്റെ തിരിച്ചറിയൽ പരേഡിനായി NIA മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും. തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായാൽ സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഗൂഢാലോചന അടക്കമുള്ള വിവരങ്ങൾ സവാദിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കൈവിട്ട് കേസിന്റെ ഗൂഢാലോചന സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളിലേക്കുമുള്ള ഒരു താക്കോലായാണ് 13 വർഷത്തിനു ശേഷം പിടിയിലാകുന്ന ഒന്നാം പ്രതിയായ സവാദിനെ NIA കാണുന്നത്. കാരണം ഇത്രത്തോളം ഈ കേസുമായി അടുത്ത ബന്ധമുള്ള, ഇത്രത്തോളം ഈ കാര്യങ്ങളുമായി പരിചിതമായ മറ്റൊരാൾ ഈ കേസിൽ തന്നെ ഇല്ല എന്നാണ് NIA കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് 13 വർഷത്തോളം ഇയാൾക്ക് ഒളിവിൽ കഴിയാനുള്ള സാഹചര്യവും സൗകര്യവുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടവർ ഒരുക്കി നൽകിയത് എന്ന് തന്നെയാണ് NIA കരുതുന്നത്. 8 വർഷത്തോളം കേരളത്തിലുണ്ടായിരുന്നൊരു കാലം ആരെല്ലാമായിരുന്നു ഇയാളുടെ സന്ദർശകർ, ആരെല്ലാമാണ് ഇയാൾക്ക് സഹായങ്ങൾ നൽകിയത് എന്നത് സംബന്ധിച്ച് വിപുലമായ അന്വേഷണത്തിന് തന്നെയാണ് NIA തയ്യാറെടുക്കുന്നത്. ആദ്യ 2 വിചാരണകളും അതിനുശേഷം അവർക്ക് പ്രതികൾക്ക് ശിക്ഷയും പ്രഖ്യാപനവുമെല്ലാം NIA പ്രത്യേക കോടതിയുടെ കഴിഞ്ഞുവെങ്കിൽ കൂടിയും 3ാം ഘട്ട വിചാരണയിലേക്ക് വരുമ്പോൾ പതിവിലും ഗൗരവതരമായ ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ലാത്ത പലരുടെയും പേരുകൾ ഒരുപക്ഷെ ഈ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് ഇതിൻ്റെ മുഖ്യ ആസൂത്രകർ തന്നെയായിരിക്കും. നേരത്തെ TJ ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഉപകരണങ്ങളായവർ, ആയുധങ്ങളായവർ മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ തലച്ചോറായി പ്രവർത്തിച്ചവർ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത്തരക്കാരെ പുറത്തു കൊണ്ടുവരുവാനുള്ള മുഴുവൻ ശ്രമങ്ങളുമാണ് NIAയുടെ ഭാഗത്തു നിന്ന് ഉള്ളത്. കഴിഞ്ഞ 13 വർഷമായി ഇയാൾ ഒളിവിൽ കഴിയുമ്പോൾ അതിൽ 8 വർഷത്തോളമായി കേരളത്തിൽ തന്നെയായിരുന്നു എന്നതാണ് അന്വേഷണ ഏജൻസികളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നത്. കാരണം ഇത്രകാലം കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ, അയാൾ ഒളിവ് ജീവിതത്തിനിടയിലും വിവാഹം കഴിക്കുകയും കുടുംബവുമായി ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അതിന് പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ കോർത്തിണക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം വിപുലമായ സംഘടനാ സംവിധാനം തന്നെ ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണ് NIA കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ പുതിയ വിചാരണ ഘട്ടത്തിലേക്ക്, 3ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിൽ കൂടുതൽ സാക്ഷികളുണ്ടാകും, കൂടുതൽ പ്രതികളുണ്ടാകും, സവാദിനൊപ്പം മറ്റു പ്രതികളും ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവിലും കണക്ക് കൂട്ടുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടങ്ങളിൽ പ്രചരിച്ചിരുന്നത് പോലെ സവാദ് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കടക്കം കടന്നുവെന്നും അവിടങ്ങളിൽ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലുമെല്ലാം ഇയാൾ എത്തിയിരുന്നുവെന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നു. നേരത്തെ കേരളത്തെ പിടിച്ചുകുലുക്കിയ പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ പ്രതികളിൽ ഒരാൾ മൊഴി നൽകിയിരുന്നതും സവാദിനെ കണ്ടുവെന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്ന ഒരു പ്രതി, ആ പ്രതിക്ക് വേണ്ടി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി വരെ വിദേശ രാജ്യങ്ങളിൽ പരതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയെല്ലാം വിപുലമായ തെരച്ചിൽ നടത്തിയിട്ട് പോലും ഇയാൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ പറയുന്ന പ്രചരിപ്പിക്കപ്പെട്ട കഥകൾ അത് സത്യമാണോ അവാസ്തവമാണോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സവാദിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ കുറെ കൂടി വിപുലമായ രീതിയിലുള്ള പരിശോധനകളിലേക്ക് പോകും. അതിൽ കുറെ കൂടി സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് NIA പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം ഒരു സിം കാർഡ് കൂടി പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളെ പതിവായി സന്ദർശിച്ചിരുന്നവർ ഉണ്ട് എന്നാണ് അടുത്തുള്ളവർ പറയുന്നത്. നേരത്തെ കണ്ണൂരിൽ തന്നെ 2 ഇടങ്ങളിലായിട്ട് ഇയാൾ താമസിച്ചിരുന്നു. പിന്നീടാണ് ഇവിടേക്ക് ബേരകത്തേക്ക് എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടങ്ങളിലെല്ലാം തന്നെയും NIAയുടെ സംഘം പരിശോധനയും അയൽവാസികളിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളും എല്ലാം തന്നെ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ പോവുകയാണ് NIA ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ തന്നെയാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത്.
മാസം 24 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ ദിവസങ്ങളോളം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തന്നെ 7 ദിവസത്തോളമെങ്കിലും ചോദ്യം ചെയ്യാൻ തന്നെയാണ് NIA തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. അതിനുള്ളിൽ തന്നെയും ഇയാളുടെ തിരിച്ചറിയൽ പരേഡ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് ഒരു സാങ്കേതികം മാത്രമാണ്. കാരണം ഇയാളെ തിരിച്ചറിയുന്ന പല തെളിവുകളും തന്നെ ഇതിനകം തന്നെ NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പൂർത്തീകരിച്ചത് കൊണ്ട് വരും 3ാം ഘട്ട വിചാരണയിലേക്ക് കൂടുതൽ കരുത്തോടെ കൂടുതൽ തെളിവുകളോടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് NIA ഈ കേസിൽ ലക്ഷ്യമിടുന്നത്.